Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നമ്മളന്ന് പുതിയ ചാപ്റ്റർ ആണ് അല്ലെ, ചാപ്റ്റർ 24 ഡയാലിസിസ് സർവീസ്. നിങ്ങൾ പ്രിന്റ് എടുത്തായിരുന്നോ? പ്രിന്റ് എടുത്തോ? എടുത്തിട്ടുണ്ട് മാം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഡയാലിസിസ് ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ഡയാലിസിസ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്ക് 14 വട്ടം ചെയ്തിട്ടുണ്ട്. ആർക്കാണ് 14 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തേ? ആരാ പറയുന്നേ? ചെയ്തിട്ടുണ്ട്. നിഷിത. നിഷിതയ്ക്ക് ആർക്കാ ചെയ്തത് ഡയാലിസിസ്? ഉപ്പാക്ക്. ഉപ്പാക്ക്. ഓക്കെ, ഇപ്പോഴും കണ്ടിട്ട് ചെയ്യുന്നുണ്ടോ? ഡയാലിസിസ് ചെയ്യണ്ടോ ഇപ്പോഴും? ഇല്ല, 3 വർഷമായി. അപ്പോ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അറ്റാക്ക് വന്നു, അങ്ങനെ മരണപ്പെട്ടു. 3 വർഷമായി ഇപ്പോ. 3 വർഷമായി. ഓക്കെ, എങ്ങനെയാ ഹോസ്പിറ്റലിൽ പോയാ എന്താ ചെയ്യുന്നത്? അതോ വീട്ടിലാണോ ചെയ്യുന്നേ? അല്ല, ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല. അപ്പൊ പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നിന്ന് 10 എണ്ണം അവര് ചെയ്തു, പിന്നെ ബാക്കി 7 എണ്ണം റെക്കമെൻഡ് ചെയ്തു. അപ്പൊ അവിടുന്ന് തന്നെ ചെയ്തു തന്നു. ഇവിടെ അടുത്തൊന്നും കിട്ടാണ്ടായിരുന്നില്ല. തൃശ്ശൂര് മെഡിക്കൽ കോളേജ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡയാലിസിസ് എന്നൊക്കെ നോക്കാം. അപ്പൊ ഡയാലിസിസ് പറയണേക്കായി മുന്നേ നമുക്ക് കിഡ്നിനെ കുറിച്ച് ഒന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്, വൃക്കകള് അല്ലെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മുടെ വിസർജന വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്, വൃക്കകള്. എന്താ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഫിൽറ്റർ, അരിപ്പ എന്നറിയപ്പെടുന്നത് ഈ വൃക്കകളാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഓർഗൻ ആണ് കിഡ്നീസ്. ഇനി കിഡ്നി എന്താ ചെയ്യുന്നേ? നമ്മുടെ രക്തത്തിലുള്ള യൂറിയ, ലവണങ്ങള്, മറ്റു വേസ്റ്റുകള്, അധികമുള്ള ജലം, എക്സസ് വാട്ടർ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നത് ഈ വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിലുള്ള യൂറിയ, ലവണങ്ങള് തുടങ്ങിയ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ റിമൂവ് ചെയ്യുന്നത് വൃക്കകളുടെ ജോലിയാണ്. ഈ വൃക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസ് ഷേപ്പില്, കിഡ്നീസ് ആർ ബീൻ ഷേപ്ഡ് ഓർഗൻ, ഫയർവിത്തിന്റെ ആകൃതിയിലിരിക്കുന്ന ഓർഗൻ ആണ്. അത് ഓരോന്നിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എബോട്ട് ഓർ ഫിസ്റ്റ്, FIST, മുഷ്ടി, നമ്മുടെ മുഷ്ടിയുടെ വലിപ്പമായിരിക്കും ഉള്ളത്. ഇത് റിബ്കേജിന്റെ ബാക്കിലായിട്ട്, വാരിയലുകളുടെ ബാക്കില് നമ്മുടെ സ്പൈനിലെ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ വൃക്കകളുടെ സ്ഥാനം. അപ്പൊ നമ്മുടെ വൃക്കകളുടെ മെയിൻ ഫങ്ഷൻ എന്താ പറഞ്ഞേ? വേസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക, വേസ്റ്റിനെയൊക്കെ പുറത്ത് കളയുക എന്നുള്ളതാണ് ഈ കിഡ്നിയുടെ ഫങ്ഷൻ. ഇനി നോക്കാം, ഈ കിഡ്നികൾക്ക് എന്തെങ്കിലും എന്താ പറയാ, ഒന്നില്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയോ, അല്ലെങ്കിൽ ക്യാൻസറോ, പ്രമേഹമോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കിഡ്നിക്ക് ഫെയിലിയർ വരാം, കിഡ്നി ഡാമേജ് വരാം. അപ്പൊ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കിഡ്നിക്ക് ഇങ്ങനെ അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് ഈ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻ എന്താണോ കിഡ്നി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന അതേ ഫങ്ഷൻ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിലൂടെ ചെയ്യുന്നതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ചുരുക്കി നമുക്ക് അങ്ങനെ പറയാം, കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം, നമ്മുടെ ബോഡിയിൽ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻ ആ കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലൂടെ ആവാം, ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ അതേ ഫങ്ഷൻ ചെയ്യുന്നതാണ്. അതേ ഒരു പ്രോസസ്സിലൂടെ വേസ്റ്റിനെയൊക്കെ പുറത്ത് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ കിഡ്നിക്ക് നമ്മൾ ചിലപ്പോ എന്താ പറയാ, ഈ സഡൻ ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും പാമ്പ് കടിയേക്കുക, എലിപ്പനി വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കാം. അപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. പാമ്പ് വിഷത്തിന് ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ?
ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡിലേക്ക് ആ പോയിസൺ കയറുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഡയാലിസിസ് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഹൈ ബിപിയോ പ്രമേഹമൊക്കെ മൂലം കിഡ്നിക്ക് ഫെയിലിയർ വരാം. അതപ്പോ ആ ഡിഫറൻസ് ആണ് കേട്ടോ. അത് ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഏത് കണ്ടീഷനിലാണ് കിഡ്നി ഫെയിലിയർ വരുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്? കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിഡ്നി ചെയ്യുന്ന ആ ഫങ്ഷൻ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് പ്യൂരിഫൈ ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. ഒരു മെഷീന്റെ ഹെൽപ്പോട് കൂടി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന് ആ പ്രോസസ്സിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ചാപ്റ്ററിന്റെ പേര് കൊടുത്തേ, ചാപ്റ്റർ 24 ഡയാലിസിസ്. Dialysis. Dialysis. Dialysis is a treatment. Dialysis is a treatment. Okay, ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഒറ്റ സെന്റൻസ്. Dialysis is a treatment that filters FILTERS. ഫിൽറ്റർ ചെയ്യുക. That filters purify PURIFIES. Purify the blood. Okay, dialysis is a treatment. Dialysis is a treatment that filters FILTERS. Filters, purifies PURIFIES. Purifies the blood. Purifies the blood using a machine. Using a machine. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. അവിടെ എങ്ങനെയാണ്? Filters, purifies PURIFIES. Purify the blood using a machine. Blood using a machine. ബ്ലഡ് ഒരു മെഷീൻ ഉപയോഗിച്ച് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് ഓർ പ്യൂരിഫൈ ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇവിടെ നോക്കി, ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കിയേ. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നില്ലേ സ്ക്രീൻ? ഇൻട്രൊഡക്ഷൻ നോക്കിയേ. The kidneys are the organs that purify the blood by removing waste and excess fluid from your body. Kidney എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗൻ ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ്. അപ്പൊ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ഏതാ? Kidney. Kidneys are the organ that purify the blood by removing waste. വേസ്റ്റിലേക്ക് റിമൂവ് ചെയ്യുന്നു. ആൻഡ് എക്സസ് ഫ്ലൂയിഡ്, നമ്മുടെ ബോഡിയിൽ ഉള്ള അധികമായിട്ടുള്ള ഫ്ലൂയിഡിനെ വേസ്റ്റിലേക്ക് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ അത് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നികൾ. കിഡ്നീസ്. The waste is sent into the bladder. ഈ വേസ്റ്റ് അങ്ങനെ അപ്പൊ പ്യൂരിഫൈ ചെയ്യുന്ന വേസ്റ്റിനെ, എലിമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെ എങ്ങോട്ടാ അയക്കുന്നേ? is sent to the bladder. യൂറിനറി ബ്ലാഡറിലേക്ക് അയക്കും. മൂത്രസഞ്ചിയിലേക്കാണ് ഈ വേസ്റ്റിനെ അയക്കുന്നത്. ഫോർ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകുന്ന? യൂറിനേറ്റ് ചെയ്യുമ്പോഴാണ്. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നു. ഇത്രയാണ് കിഡ്നിയുടെ ഇത് പറയുന്നത്. നമ്മുടെ ബ്ലഡിലെ എക്സ്ട്രാ വരുന്ന എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ആ വേസ്റ്റ് നേരെ യൂറിനറി ബ്ലാഡറിലേക്ക് അയക്കും, മൂത്രസഞ്ചിയിലേക്ക് അയക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു. Dialysis is a kind of treatment that removes extra fluid and waste products from blood when the kidneys are not able to do. അപ്പൊ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിലൂടെ അത് എക്സസ് ആയിട്ടുള്ള എക്സ്ട്രാ ഫ്ലൂയിഡും വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ കളയുന്നു. ആ ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ.
Dialysis is a kind of treatment that remove extra fluids and waste products from blood when the kidneys are not able to do. കിഡ്നിക്ക് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം, അതായത് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യാന്നുള്ളത്, അത് ഒരു ട്രീറ്റ്മെന്റിലൂടെ പുറത്തു കളയുന്നു. Dialysis was first used effectively in the 1940s. 1940-കളിലാണ് ഈ ഡയാലിസിസ് ഫസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ ബിക്കം എ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്, ഡയാലിസിസിന് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നത് സ്റ്റാർട്ടിങ് ഇൻ 1970-ലാണ്. 1970-കളിലാണ് ഈ കിഡ്നി ഫെയിലിയറിന് ആയിട്ടുള്ളവർക്ക് ഒരു ട്രീറ്റ്മെന്റ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1970-കളിലാണ്. Following these, millions of patients have been benefited by this treatment. അതിനെ പിന്തുടർന്ന് ധാരാളം millions of patients, millions of ആളുകൾക്ക് എന്താ ഇത് ബെനിഫിഷ്യൽ പ്രയോജനമായി ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? ഫാദറിലൊക്കെ ചെയ്യുന്നുണ്ട്. ഫാദറിലേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ഓരോന്നിന്റെ ടൈപ്പ് വരുമ്പോ ഞാൻ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. ഓക്കെ, ഫോളോയിങ് ദിസ് മില്യൺസ് ഓഫ് പേഷ്യൻസ് ഹാവ് ബീൻ ബെനിഫിറ്റഡ് ബൈ ദിസ് ട്രീറ്റ്മെന്റ്. ധാരാളം ആളുകൾക്ക് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ബെനിഫിറ്റഡ് ആണ്, പ്രയോജനപ്രദമാണ്. ഓക്കെ, ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. ഇനി ഡയാലിസിസ് എങ്ങനെയാ? ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യാം, ഓർ അറ്റ് ഹോം, അല്ലെങ്കിൽ നമുക്ക് വീടുകളിലും ഈ ഡയാലിസിസ് ചെയ്യാം. The doctor will determine which type of dialysis and the best place based on medical condition. അപ്പൊ ഇത് ആരാ ഡിസൈഡ് ചെയ്യുന്നേ? ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്? ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യണോ? വീട്ടിൽ നിന്ന് ഡയാലിസിസ് ചെയ്താൽ മതിയോ? ഡയാലിസിസ് സെന്റർ മൂലം അതിന്റെ സഹായത്തോടു കൂടി ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആളാരാണ്? ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, ഏതാണ് അവർക്ക് ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെ തീരുമാനിക്കുന്ന ഡോക്ടറാണ്. എന്ത് നോക്കിയിട്ടാ? ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ. ആ പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി, മെഡിക്കൽ കണ്ടീഷൻ നോക്കിയിട്ട് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആ പേഷ്യന്റിന് കൊടുക്കണം, ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യണോ, വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയോ എന്നൊക്കെ ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, the length of dialysis treatment relay body size, the amount of waste in the body and the present state of health. ഇനി നോക്കി, ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം. ചിലപ്പോ നമുക്ക് ഒരു ദിവസം 4 പ്രാവശ്യം വരെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, 2 ദിവസം കൂടുമ്പോ ചെയ്യുന്നവരുണ്ട്, ഡെയിലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റിലേ ബോഡി സൈസ്, നമ്മുടെ ബോഡിയുടെ സൈസ്, ദ എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിന്റെ എമൗണ്ട്. കൂടുതൽ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് കൂടുതൽ തവണ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ വേസ്റ്റ്, അത് എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ബോഡിയുടെ സൈസ്, പിന്നെ ആൻഡ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യസ്ഥിതി. ഈ ഡയാലിസിസ് ചെയ്യാൻ ആ പേഷ്യന്റിന് ആരോഗ്യം ഉണ്ടോ, അവർക്ക് ഹെൽത്ത് കണ്ടീഷനും കൂടി നോക്കിയിട്ടാണ് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താ ആരും ഒന്നും മിണ്ടാത്ത? എല്ലാവരും ഒരു കഥ. ഓക്കെ, ഞാൻ ഓർത്തിന് ഊണൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു ക്ലാസ് കഴിഞ്ഞല്ലോ, അതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുമായിരിക്കും. വീട്ടിലിരുന്ന് എങ്ങനെയാ മാം ഡയാലിസിസ് ചെയ്യുന്നത്? ജോബി മോൾ ജോസ് എന്താ ചോദിച്ചേ ജോബി? വീട്ടിലിരുന്ന് എങ്ങനെയാണ് എല്ലാം ഡീറ്റെയിൽ നമുക്ക് പഠിക്കാണ്ട്, വീട്ടിലിരുന്ന് ചെയ്യുന്നതും ഒക്കെ. ഇനി നമ്മള് ഇതിങ്ങനെ ഇതിന്റെ പിന്തുടർന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. വീട്ടിലിരുന്ന് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പോയി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കി, ഇതിന്റെ യൂസസ് എന്താണ്, ഡയാലിസിസ് ഉപയോഗങ്ങൾ. ഓക്കെ, ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻ. 2 സിറ്റുവേഷൻസിലാണ് ഈ ഡയാലിസിസ് ബെനിഫിഷ്യൽ ആകുന്നത്, പ്രയോജനപ്രദമാകുന്നത്. അത് ഫസ്റ്റ് വൺ നോക്കിയാ, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ്
who have recently lost kidney function. ഈ റീസെന്റ് ആയിട്ട് ഇപ്പോ ഈ അടുത്തിടെ നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു പോയവർക്ക് ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. ഈ അടുത്തിടെയായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു പോയവർക്ക് ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. അതിനാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അക്യൂട്ട് റീനൽ ഫെയിലിയർ എക്സാമിന് ചോദിക്കും. അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് who have recently lost kidney function. The patient who have recently lost kidney function. ഈ അടുത്തിടെ വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുത്തു പോവുക, അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. സ്ഥിരമായിട്ട്, പെർമനന്റ് എന്ന് വെച്ചാൽ എന്താ? പെർമനന്റ് സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകുന്നവർക്കും ഈ ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. അത് നോക്കിയേ, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അപ്പൊ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. അതാണ് പെർമനന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്. ഇങ്ങനെ രണ്ട് കേസിലുള്ളവർക്കും ഈ ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. ഫസ്റ്റ് നോക്കിയേ, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ? ഈ അടുത്തായിട്ട് കിഡ്നി പോയ റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. Then chronic or end stage renal failure എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കണം കേട്ടോ. പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നവര്, അവരാണ് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷൻസിലും അങ്ങനെയുള്ള പേഷ്യൻസിനും ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. ഇനി നോക്കിയേ, ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKI. ഓക്കെ, അപ്പൊ നോക്കിയേ, എക്സ്പാൻഡഡ് ഫോം. വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് AKI? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKI. AKI എന്ന് പറഞ്ഞാൽ എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. പെട്ടെന്ന് കിഡ്നിക്ക് എന്തെങ്കിലും കിഡ്നി ഫെയിലിയർ ഉണ്ടാവുക അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കുന്നതിനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞത് തന്നെ, ഇറ്റ്സ് എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്, ദാറ്റ് ഈസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഞാൻ പറയില്ല, എലിപ്പനി വന്നു, പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ വന്ന് കിഡ്നിക്ക് വല്ല ഡാമേജ് വരിക, പാമ്പ് കടി ഏറ്റു, ആ വിഷം നമ്മുടെ ബ്ലഡിലേക്ക് കടന്നു, അപ്പൊ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വരാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ വരുന്നതാണ്. ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ ഹവേഴ്സ് ഓർ ഡേയ്സ്. ഫ്യൂ ഹവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ്, 1-2 ദിവസം കൊണ്ടോ ഒക്കെ പെട്ടെന്ന് ആ കിഡ്നിയുടെ ഫംഗ്ഷൻ ഫെയിലിയർ ആവുന്നതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. AKI is normally treated in a hospital setting with the intravenous fluid. Intravenous fluid എന്ന് പറഞ്ഞാൽ given through the vein. വെയിനിൽ കൂടെ കൊടുക്കുന്ന ഫ്ലൂയിഡ്, intravenous fluid. നോക്കിയേ, AKI is normally treated in hospital settings. അപ്പൊ AKI എന്ന് പറഞ്ഞു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി നോർമലി ഈസ് ട്രീറ്റഡ് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ തന്നെ ട്രീറ്റ് ചെയ്യാം വിത്ത് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ്. വെയിനിൽ കൂടെ തന്നെ നമുക്ക് ഇത് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ AKI ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്രിട്ടിക്കൽ ആണെങ്കിലോ, ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ബി ഓൾസോ ബി നെസസറി. ഇനി ക്രിട്ടിക്കൽ AKI തന്നെ നോർമൽ ആണെങ്കിൽ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് വെയിനിൽ കൂടെ തന്നെ കൊടുത്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഇതാക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കേസിലാണെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് മേ ബി also be necessary for a short time till the kidneys get better. നമ്മുടെ കിഡ്നി ബെറ്റർ ആവുന്നവരെയും കിഡ്നി നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത് വരെയും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ AKI എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ്. നമ്മൾ കുറച്ച് ഒരു എന്താ പറയാ 2-3 ദിവസം വേണമെങ്കിൽ ഡയാലിസിസ് ചെയ്തിട്ട് നമുക്ക് ഡയാലിസിസ് നിർത്താം. അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് കിഡ്നി നോർമൽ ആവും.
അപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. അത് റിവേഴ്സ് ആണ്. നമുക്ക് അത് കുറച്ച് ദിവസം ചെയ്തിട്ട് നമ്മുടെ കിഡ്നി നോർമൽ ആകുമ്പോൾ നമുക്ക് ഡയാലിസിസ് നിർത്താം. അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞ ഇറ്റ്സ് എ റിവേഴ്സ് പ്രോസസ്. റിവേഴ്സിബിൾ ആണ്. നമ്മുടെ നോർമൽ കിഡ്നി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പ്രവർത്തിക്കാറാവുമ്പോഴത്തേക്കും അതിന്റെ ഫംഗ്ഷൻ നോർമൽ ചെയ്യാറാവുമ്പോഴത്തേക്കും ഡയാലിസിസ് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ അടുത്ത നോക്കിയേ കിഡ്നി ഫെയിലിയർ, അടുത്ത ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നോക്കിയ എന്താ? ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, end stage kidney failure happens when the kidneys are functioning at only 10 to 15% of their നോർമൽ ഫങ്ഷൻ. സാധാരണ കിഡ്നി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അതിന്റെ ഫങ്ഷനിൽ നോർമലി ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് വഴി എന്നല്ലേ പറഞ്ഞേ? അതെ അതെ, ഇൻട്രാവീനസ് ക്രിട്ടിക്കൽ കേസസ് ആണെങ്കിലാണ് ഡയാലിസിസ് ചെയ്യേണ്ടത്. AKIയുടെ കേസിലാണ് കേട്ടോ, AKIയുടെ കേസിലാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിൽ അവിടെ എന്താ നോക്കിയേ, അവിടെ കിഡ്നിയുടെ ഫങ്ഷൻ, കിഡ്നി 100% ഫങ്ഷൻ ചെയ്യേണ്ട സമയത്ത് 10 to 15% മാത്രമേ കിഡ്നി ഫങ്ഷൻ ചെയ്യുള്ളൂ. അത്രയും ശതമാനം മാത്രമേ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. ആ ഒരു നോർമൽ ഫങ്ഷന് വെച്ച് നോക്കുമ്പോൾ 10 to 15% കിഡ്നിയുടെ ഫങ്ഷൻ സംഭവിക്കുന്ന ആ സാഹചര്യം, അതിനാണ് നമ്മൾ ഈ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേജില് അറ്റ് സ്റ്റേജ് the kidney will not be able to keep your alive without extra help. അപ്പൊ നോക്കിയേ, ആ ഒരു സ്റ്റേജില് കിഡ്നിക്ക് എന്താ സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ കിഡ്നിക്ക് എന്താ അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റൂല. എന്തായാലും ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണം. 10-15% അല്ലേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ കിഡ്നിക്ക് എന്താണ് അവിടെ നമ്മുടെ ജീവൻ ഇത് നിലനിർത്തണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ കിഡ്നിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഇതിനെയാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. നോർമൽ ഫങ്ഷൻ ചെയ്യണതിന്റെ വെച്ച് നോക്കുമ്പോൾ 10-15% മാത്രമേ കിഡ്നി ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പൊ കിഡ്നിക്ക് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ഓക്കെ, അതിനാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്, ESKD എന്ന് പറയുന്നത്. With the kidney failure, dialysis is only able to do some of the work of the healthy kidney, but it is not cure for kidney disease. Okay, with the kidney failure, അപ്പൊ ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് നോക്കിയ ഡയാലിസിസ് എന്ന് പറയുന്നത് only able to do some of the work of the healthy kidney. ഹെൽത്തി ആയിട്ടുള്ള കിഡ്നിയുടെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഡയാലിസിസ്. അല്ലാതെ കിഡ്നി ഡിസീസിനുള്ള ഒരു മരുന്നല്ല ഡയാലിസിസ്. കിഡ്നി ഡിസീസിനുള്ള അത് മാറാനുള്ള ഒരു മരുന്നല്ല ഡയാലിസിസ്. കിഡ്നിയുടെ എന്താ പറയാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നിയുടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡയാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് കിഡ്നിയുടെ വർക്ക് ചെയ്യുക, കിഡ്നി ഹെൽത്തി കിഡ്നി ചെയ്യുന്ന വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡയാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കിഡ്നി ഡിസീസിനുള്ള ഒരു മരുന്നല്ല ഡയാലിസിസ്. വിത്ത് ESKD, അവിടെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട് കേട്ടോ, ESKD, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. With the ESKD, the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant. Okay, with the ESKD, the patient will require dialysis. അപ്പൊ നോക്കിയേ, ESKD ആവുമ്പോൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് വരുമ്പോ പേഷ്യന്റിന് എന്ത് വേണം? റിക്വയർ ഡയാലിസിസ്. എന്തായാലും ഡയാലിസിസ് വേണം ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. അവരുടെ ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്യണം. ഒരാഴ്ച ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം ചെയ്തുകൊണ്ടോ ഒരു വർഷം ചെയ്തുകൊണ്ടോ ഒന്നും ഡയാലിസിസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. ഏതാ ഈ ESKDയില് അവിടെ അവരെത്ര കാലം അവർക്ക് ആയുസുണ്ട്, അവരുടെ ജീവിത അവസാനം വരെ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നോക്കിയേ, ഓർ അല്ലെങ്കിൽ ഓർ until he or she is able to get a kidney transplant. കണ്ടോ? അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ
ഡയാലിസിസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടിന്റെയും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? റിൻസി, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞ എന്താ? നിങ്ങക്ക് മനസ്സിലായോലോ? ഒന്ന് പറഞ്ഞാൽ മതി. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞ എന്താ? റിൻസി തോമസ് ഇല്ലേ? AKI എന്ന് പറയുന്നേ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. എന്ത് പറ്റി റിൻസിക്ക്? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തണുത്തവെള്ളം കയറി കുടിച്ചതാ. എനിക്ക് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് എന്തോ തൊണ്ട അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. തണുത്തവെള്ളം കയറി കുടിച്ചതാ. ഇങ്ങനെയാണോ റിൻസിയുടെ സൗണ്ട്? തണുത്ത വെള്ളം കുടിച്ചതാന്നാ പറഞ്ഞ്. തണുത്ത വെള്ളം കുടിച്ചതാന്നാ? ഓക്കെ, എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടെ. ഓക്കെ, ഒന്നതില് മഴയൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ്. തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക, ചെറു ചൂടോടുകൂടി വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. തണുത്ത വെള്ളമൊക്കെ കുടിക്കല്ലേ, ഇപ്പൊ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും. ഓക്കെ, ഫസീല ഒന്ന് പറഞ്ഞേ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്താ? മാഡം ഞാൻ തണുത്തോളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഇത് വന്നു മാഡം. എനിക്കും പനിയായി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ബിനോയ്, എല്ലാവർക്കും ഉണ്ട്. ഫസീല, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞ എന്താ? റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻസ് പോയി, കിഡ്നിയുടെ ഫങ്ഷൻ ഫെയിലർ ആവണ പരം ഉണ്ടാകുന്നതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതായത് ഫ്യൂ ഹവേഴ്സിലോ അല്ലെങ്കിൽ കുറച്ച് 1-2 ദിവസം കൊണ്ട് കിഡ്നി ഫെയിലർ ആവുന്നതാണ് ഈ ഒരു AKI പറയുന്നത്. ഇതിന് നമുക്ക് നോർമൽ AKI ആണെങ്കിൽ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് വഴി നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയാലിസിസ്, അതായത് കിഡ്നി ബെറ്റർ ആവുന്നത് വരെ നമുക്ക് ഷോർട്ട് ടൈമിൽ ഡയാലിസിസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന. കിഡ്നി ബെറ്റർ ആവുന്ന വരെ നമ്മൾ ഡയാലിസിസ് ചെയ്യണം. നമ്മൾ ഒരാഴ്ചയൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചയൊക്കെ മതിയാവുമോ? 2-3 ദിവസം ഡയാലിസിസ് കഴിഞ്ഞ് നിർത്താം, അല്ലെങ്കിൽ ഒരാഴ്ച ഡയാലിസിസ് ഒക്കെ ചെയ്താൽ മതിയാവും. നമ്മുടെ കിഡ്നി നോർമൽ ആകുന്നത് വരെ മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കത് ഡയാലിസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അതാണ് അവിടെ. നിവിയ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ESKDയോ? ESKD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയറിനാണ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആ സ്റ്റേജില് എന്താണ് തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അവർക്കുടെ ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരെയും ആ ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് തുടരണം. പിന്നെ അവർക്ക് ഒരിക്കലും നോർമൽ ഇതിൽ റിവേഴ്സ് അല്ലാതെ നോർമൽ കിഡ്നിയുടെ ഇതിലേക്ക് വരാൻ പറ്റില്ല. അത്രയും ഫെയിലിയർ ആണ് കിഡ്നിക്ക്. അപ്പൊ അവര് എന്ത് ചെയ്യുക, പിന്നീടുള്ള കാലം മുഴുവൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരെയും ഡയാലിസിസ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ആ ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് ഈ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഡയാലിസിസ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പെർഫോം സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് to keep with the body in balance, such as. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നിയുടെ സാധാരണ നോർമലി കിഡ്നി ചെയ്യുന്ന ചില ഡ്യൂട്ടീസ് ചെയ്യുന്നു. അതാണ് ഡയാലിസിസിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്? കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, മെയിൻ properly functioning kidney prevent extra water, waste and other impurities from piling up in the body. അപ്പൊ മെയിൻ ഫങ്ഷൻ എന്താ? നമ്മുടെ ബോഡിയിൽ പൈലിംഗ് അപ്പ് എന്ന് വെച്ചാൽ അടിഞ്ഞു കൂടുക. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന എക്സ്ട്രാ വാട്ടർ, വേസ്റ്റുകള്, മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ, വേസ്റ്റ് ഒക്കെ അടിഞ്ഞു കൂടാതെ തടയുന്നു. അതാണ് കിഡ്നി പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുന്നു. കിഡ്നി properly functioning kidney prevent extra water, waste and other impurities from piling up in the body. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് മെയിൻ ഫങ്ഷൻ എന്താ പറയാ, നമ്മുടെ ബ്ലഡിലുള്ള യൂറിയ, ലവണങ്ങള്, മറ്റുള്ള വേസ്റ്റുകള്, ഇതിനെയൊക്കെ അരിച്ചു മാറ്റുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, സെക്കൻഡ് വൺ, they also help to control blood pressure, BP കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. They also help
ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. കേട്ടോ, എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് അതോടൊപ്പം തന്നെ തന്നിട്ടുണ്ട് ആൻഡ് കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള കെമിക്കൽ ഇലമെന്റ്സ്, സോഡിയം പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ ഇലമെന്റ്സിന്റെ ലെവല് അതിനെ കൺട്രോൾ ചെയ്യാനും കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടും സോഡിയം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സോഡിയം പൊട്ടാസ്യം ലെവലിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഈ കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ ആൻഡ് ടു കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ദീസ് ഇലമെന്റ്സ് മേ ബി ഇലമെന്റ്സ് എന്ന് പറയുന്നത് സോഡിയം ആൻഡ് പൊട്ടാസ്യം ഇതൊക്കെ ആകാം. തേർഡ് ഫംഗ്ഷൻ, കിഡ്നി ഈവൻ ആക്ടിവേറ്റ് ഫോം ഓഫ് വൈറ്റമിൻ ഡി. കിഡ്നി എന്ന് പറയുന്ന ആക്ടിവേറ്റ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡി അതിന്റെ ഒരു രൂപത്തിൽ പോലും കിഡ്നി സജ്ജമാക്കുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് കിഡ്നിയുടെ ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, 3 പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ 4 കൂടി വേണമെങ്കിൽ എക്സ്ട്രാ അതിനകത്തുനിന്ന് ചേർക്കാം. കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ ഇലമെന്റ്സ്, അത് രണ്ടും കൂടി ഒറ്റ പോയിന്റിലാണ് തന്നേക്കുന്നത്. വേണമെങ്കിൽ എഴുതാം. പിന്നെ ഫങ്ഷൻസ് ആയിട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുമല്ലോ, ഇൻക്ലൂഡ് ചെയ്തത് ഏതാ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാ അങ്ങനെ ചോദിക്കുള്ളൂ ഈ ഫങ്ഷൻസ് എന്നൊക്കെ. പിന്നെ വല്ല 1 വേർഡ്സ് ഡാഷ് ഇട്ടൊക്കെ തന്നാലായി, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഫങ്ഷൻസ് ഒന്ന് നോക്കി വെക്കുക. ലാസ്റ്റ് നോക്കിയേ, വെൻ കിഡ്നീസ് ആർ അൺഎബിൾ ടു പെർഫോം ദിസ് ഫങ്ഷൻ. ഇനി കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്താ? ഡ്യൂ ടു ഡിസീസ് ഓർ ഇഞ്ചുറി. വല്ല ഡിസീസ് സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടൊക്കെ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഇറ്റ് ഈസ് ഡയാലിസിസ്. ആ സിറ്റുവേഷനിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദ ബോഡി റൺസ് ആസ് നോർമലി ആസ് പോസിബിൾ. അപ്പൊ നോക്കിയേ, ഇപ്പൊ വല്ല ഡിസീസ് വന്നോ ഇഞ്ചുറി വന്നോ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. സാധാരണ നോർമൽ എല്ലാം നോർമൽ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നോക്കിയേ, വിത്തൗട്ട് ഡയാലിസിസ്, ഇനി ഡയാലിസിസ് ഇല്ലെങ്കിലോ സോൾട്ട് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്റ്റ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്. ബ്ലഡില് സോൾട്ടും അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ബ്ലഡിൽ അടിഞ്ഞുകൂടും ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ. അപ്പൊ കിഡ്നിയും ഫെയിലിയർ ആയി, ഡയാലിസിസും ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നേ? ആ വേസ്റ്റുകളൊക്കെ അവിടെ ബ്ലഡിലെ വേസ്റ്റുകളൊക്കെ അവിടെ അടിഞ്ഞുകൂടും. പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്. ബ്ലഡില് ഈ വേസ്റ്റും മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് എക്സസ് ഫ്ലൂയിഡ് അതൊക്കെ അടിഞ്ഞുകൂടും. ആൻഡ് പോയിസൺ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് പോയിസൺ ആവും. ആൻഡ് ഡാമേജ് അതർ ഓർഗൻ. മറ്റുള്ള ഓർഗൻസിനൊക്കെ അങ്ങനെ പോയിസൺസ് ഒക്കെ ആയിട്ട് ഡാമേജ് സംഭവിക്കാം. ഓക്കെ, പോയിന്റ്സുകൾ നോക്കിയേ, വേഗം ഒന്ന് നോക്കിയേ നിങ്ങള്. മാം ഈ വൈറ്റമിൻ ഡിയുടെ ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഓക്കെ, കിഡ്നീസ് ആർ ഓക്കെ സ്ക്രോൾ ആയിപ്പോയി. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അല്ലേ? കിഡ്നീസ് ആർ ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡി, കാൽസ്യം അബ്സോർപ്ഷനെ അബ്സോർബ് ചെയ്യുന്നതിന് ആഗിരണത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വൈറ്റമിൻ ഡിയുടെ രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. ഓക്കെ, ഇനി ആരാണ്? എൽസ. എൽസ ഒന്ന് വേഗം ഒന്ന് ഫസ്റ്റത്തെ 2 പോയിന്റ് ഒന്ന് വായിച്ചേ. ഫങ്ഷൻസ്. Properly functioning kidneys prevent extra water, waste, and other impurities from piling up in the body. They also help to control the blood pressure and control the levels of chemical elements in the blood. These elements may be sodium and potassium. Okay. Okay.
അപ്പൊ ഇനി ആ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഡിസീസോ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ട് മാം കിഡ്നിക്ക് പ്രസന്റേഷൻ പോയിട്ടാ ഉള്ളത്. പ്രസന്റേഷൻ പോയോ? അതെ മാം. ജസ്റ്റ് ഒരു മിനിറ്റ്. വന്നോ? ആയോ? ഓക്കെ അല്ലേ? ആയി മാഡം. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു കിഡ്നിക്ക് അങ്ങനെ ഡിസീസോ ഇഞ്ചുറി ഒക്കെ സംഭവിച്ച് എന്തെങ്കിലും അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഡയാലിസിസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഡയാലിസിസ് ഇല്ലെങ്കിൽ ഈ വേസ്റ്റുകളൊക്കെ ബ്ലഡിൽ അടിഞ്ഞു കൂടിയിട്ട് ബോഡിക്ക് പോയിസൺ ആകും. അതുപോലെ തന്നെ ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജും സംഭവിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ്. Different types of dialysis. അപ്പൊ ഡയാലിസിസ് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ഡയാലിസിസ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഹീമോ ഡയാലിസിസ്, HD എന്ന് പറയും, ഹീമോ ഡയാലിസിസ്. രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, B. പെരിറ്റോണിയൽ ഡയാലിസിസ്, PD. പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി C. മൂന്നാമത്തെയാണ് CRRT, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഹീമോ ഡയാലിസിസ്, സെക്കൻഡ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ്, തേർഡ് വൺ CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇനി ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് വൺ ഹീമോഡയാലിസിസ്, HD എന്ന് പറയും. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോഡയാലിസിസ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഇൻ, ഇത് ചോദിക്കാട്ടോ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്? ഏതാ? ഡയാലിസിസ്. ഹീമോഡയാലിസിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയാലിസിസ്. ഹീമോഡയാലിസിസ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയാലൈസർ ഈസ് യൂസ്ഡ്. ഓക്കെ, ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ, അവിടെ എങ്ങനെ ഡയാലിസിസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ, ഒരു സ്പെഷ്യൽ ഫിൽറ്റർ, അതിനാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയലൈസർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക, ഡയലൈസർ, ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയലൈസർ, DIALYZER, ഡയലൈസർ ഈസ് യൂസ്ഡ്. ഇപ്പൊ കീമോ ഡയാലിസിസ് ആണ് ഡയാലിസിസ് മെഷീൻ അല്ലെങ്കിൽ ഡയലൈസറിന്റെ മെഷീന്, ഡയാലിസറിന്റെ സഹായത്തോടു കൂടി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് ഹീമോ ഡയാലിസിസിലാണ്. ദ ആർട്ടിഫിഷ്യൽ കിഡ്നി ഹീമോഡയലൈസർ, ആർട്ടിഫിഷ്യൽ കിഡ്നി ഹീമോഡയലൈസർ എലിമിനേറ്റ് ദ വേസ്റ്റ് ആൻഡ് സ്കർപ്പിൾസ്, SURPLUS, സ്കർപ്പിൾസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വരുന്നത്, ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. അപ്പൊ ബ്ലഡില് അധികമായിട്ട് വരുന്ന ഫ്ലൂയിഡ് വേസ്റ്റിനെയൊക്കെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. ദിസ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഹീമോഡയലൈസർ, ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയലൈസർ എലിമിനേറ്റ് ദ വേസ്റ്റ് ആൻഡ് സ്കർപ്പിൾസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്, ബ്ലഡിലുള്ള വേസ്റ്റുകളെയും അധികമായിട്ടുള്ള ഫ്ലൂയിഡിനെയൊക്കെ ബ്ലഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. The filtered blood is
then send back to the body. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ഒരു മെഷീനിലേക്ക് ഇട്ട് അത് ഡയാലിസിന്റെ സഹായത്തോടു കൂടി അത് ഫിൽറ്റർ ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ ബ്ലഡ് കയറ്റുന്നു. പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. The filtered blood is then sent back to the body with the help of a dialysis machine. ഈ ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡ് തിരിച്ച് ഈ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ഈ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് ഒക്കെ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്, അപ്പൊ ഇങ്ങനെ ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ മൈനർ സർജറി ഈസ് റിക്വേർഡ്. ഒരു ചെറിയൊരു സർജറി ആവശ്യമായിട്ട് വേണ്ടി വരും, സർജറി ചെയ്യേണ്ടി വരും. ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സർജറി ആവശ്യമായിട്ട് വരും. ടു മേക്ക് വാസ്കുലർ അസസ് സൈറ്റ്. അതിനാണ് വാസ്കുലർ അസസ് സൈറ്റ് ഓപ്പണിംഗ് ഇൻ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ ഏതെങ്കിലും ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നു, തുറക്കുന്നതിന് അതിനാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. ആ വാസ്കുലർ അസസ് സൈറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർജറി ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ബ്ലഡ് നമുക്ക് പുറത്തേക്ക് എടുക്കണ്ടേ, പ്യൂരിഫൈ ചെയ്യാൻ ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ? ആ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ആ ഒരു എന്താ പറയാ ഒരു ഓപ്പണിംഗ് ആണ് ഈ വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് അതായത് ഓപ്പണിംഗ് ഇൻ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ രക്തക്കുഴലുകള്, ആ രക്തക്കുഴലുകളെ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യണം, തുറക്കണം അല്ലെ? എന്നാലേ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സർജറിയാണ് ഈ എന്തെന്ന് പറയുന്നത് വാസ്കുലർ അസസ് സൈറ്റ്. അങ്ങനെ ഒരു ചെറിയൊരു സർജറി ചെയ്യേണ്ടതായിട്ട് വരും. This access site is important to have an easy way to get the blood from the body through a dialyzer and back into the body. അപ്പൊ ഈ access site എന്ന് പറയുന്നത് എന്താ, ഇമ്പോർട്ടന്റ് to have an easy way to get the blood from the body. നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനുള്ള ഒരു ഈസി വേ ആണ്, ഒരു മാർഗമാണ് ഈ access site എന്ന് പറയുന്നത്. ത്രൂ ദ ഡയലൈസർ. എന്നിട്ട് അത് എങ്ങോട്ടാ, ഡയലൈസറിലേക്ക് വെക്കുന്നു, ആ മെഷീനിലേക്ക് വെച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യല്ലേ. ആൻഡ് സെൻഡ് ബാക്ക് ടു ദ ബോഡി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ സൈറ്റിൽ കൂടെ തന്നെ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്നു. There are different types of access sites, access for hemodialysis. ഇനി ഹീമോഡയാലിസിന് ചെയ്യുന്ന ആ പല ടൈപ്പ് ഓഫ് access സൈറ്റ് ആണ് പറയുന്നത്. ഓക്കെ, പല ടൈപ്പ് ഓഫ് അസസ് സൈറ്റുകൾ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് വേണ്ടി വരുന്ന പലതരത്തിലുള്ള ഓപ്പണിംഗ് അസസ് സൈറ്റുകളാണ്. അവിടെ 3 എണ്ണാണ് നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല, അതൊരു ടൈപ്പ് ഓഫ് അസസ് സൈറ്റ് ഓപ്പണിംഗ് ആണ്, AV ഫിസ്റ്റുല. രണ്ടാമത്തെയാണ് AV ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ, AV ഗ്രാഫ്റ്റ്. മൂന്നാമത്തെയാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ, വാസ്കുലർ അസസ് കാത്തീറ്റർ. അങ്ങനെ 3 ഓപ്പണിംഗ് ചെയ്യുന്നത്, 3 ടൈപ്പ് ഓഫ് സർജറിയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനായിട്ട് രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിംഗ്, അതാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. അത് ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ, അതിന് 3 മാർഗങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യുമ്പോഴുള്ള പല ടൈപ്പ് ഓഫ് അസസ് സൈറ്റുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ഫസ്റ്റ് നോക്കിയേ, AV ഫിസ്റ്റുല, അതൊരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു അസസ് ആണ് AV ഗ്രാഫ്റ്റ്. മൂന്നാമത്തെയാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ. ഓക്കെ, എന്താ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞ നമ്മള്? വാട്ട് ഈസ് ഹീമോഡയാലിസിസ്? കോമൺ ഡയാലിസിസ് ആണ്. കോമൺ ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് ആണ്. കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ്. ഇവിടെ എന്താ ചെയ്യുന്ന ഹീമോഡയാലിസിസില്? ഡയാലിസിസ് മെഷീൻ ആൻഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഡയാലൈസർ is used. ഉപയോഗിച്ചിട്ട്
നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് എടുത്ത് ആ മെഷീന്റെ ആ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയാലൈസറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു. പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അപ്പൊ ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള മാർഗങ്ങൾ അതാണ് വാസ്കുലർ ഐസോസൈറ്റ്. അപ്പൊ ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? ഒരു മൈനർ സർജറി വേണം. സർജറി ചെയ്തിട്ടാണ് നമ്മൾ അതിനുശേഷമാണ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാ സർജറി ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ? ആ രക്തക്കുഴലുകൾ ഓപ്പണിംഗ് വേണം. ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യണം പുറത്തേക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ദ ഓപ്പണിംഗ് ഇൻ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ, ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നതാണ് ആ വാസ്കുലർ ഐസോസൈറ്റ്. അത് നോർമലി സാധാരണയായിട്ട് ചെയ്യുന്നത് ആമിലാണ് കേട്ടോ. പേഷ്യന്റിന്റെ ആമിലാണ്, കൈകളിലാണ് സാധാരണയായിട്ട് ചെയ്യാറ് ഈ സർജറി ചെയ്യാറ്. ഇനി കൈകളിലെ ബ്ലഡ് വെസൽസ് അത്ര ഇതല്ലെങ്കിൽ കാലിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നോർമലി നമ്മുടെ ആംസിലാണ് ഈ സർജറി ചെയ്യാറ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഈ അസസൈറ്റ് എന്തിനാ? ഹാവ് ആൻ ഈസി വേ ടു ഗെറ്റ് ദ ബ്ലഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനും ഡയാലൈസറിലേക്ക് കൊടുത്ത് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് ആ ബ്ലഡ് ബോഡിയിലേക്ക് തന്നെ കയറ്റാനും ഉള്ള ഒരു മാർഗമാണ് ശരിക്കും ഈ അസസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ 3 ടൈപ്പ് ഓഫ് അസസൈറ്റ് ആണ് ഹീമോഡയാലിസിസിന് ഉപയോഗിക്കാറ്. അതിന് ഫസ്റ്റ് വൺ ഏതാ? ആർട്ടറിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. രണ്ടാമത്തെ AV ഗ്രാഫ്റ്റ്. വീനസ് ഗ്രാഫ്റ്റ്, AV ഗ്രാഫ്റ്റ്. പിന്നെ മൂന്നാമത്തെ വാസ്കുലർ ആക്സസ് കത്തീറ്റർ. വാസ്കുലർ ആക്സസ് കത്തീറ്റർ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഈ ആർട്ടീരിയോ വീനസ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്താണ്? നോക്കി, അവിടെ ഒരു പടമൊക്കെ തന്നിട്ടുണ്ട്, കണ്ടില്ലേ പിക്ചറൊക്കെ? AV ഫിസ്റ്റുല ഇത് AV fistula is a surgical connection between an artery and a vein. Artery എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടറീസ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകൾ, അതാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. ധമനി, മലയാളത്തില് ധമനികൾ എന്ന് പറയും. ആർട്ടറീസ് ക്യാരി ദ ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആർട്ടറീസ്. ARTERIES, ആർട്ടറീസ്. വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരകള്. വെയിൻസ് ക്യാരി ബ്ലഡ് ടുവേഴ്സ് ദ ഹാർട്ട്. പല ഭാഗത്തു നിന്ന് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് വെയിനുകളാണ്, സിരകളാണ്. ഓക്കെ, രണ്ട് ആർട്ടറീസും വെയിൻസും. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആർട്ടറീസ്, ധമനികള്. വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വെയിൻസ്. വെയിൻ എന്ന് പറയുന്നത് സിരകള്. അപ്പൊ നോക്കിയേ, AV fistula is a surgical connection between an artery and vein. സർജിക്കൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ഇതിനകത്തേക്ക് ഒന്ന് നോക്കി കണ്ടോ? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല കണ്ടോ? ആർട്ടറീസും അവിടെ വെയിൻസും തന്നിട്ടുണ്ട്. വെയിൻ നീല നിറത്തിൽ കാണിച്ചേക്കുന്ന വെയിൻസും ഇവിടെ ആർട്ടറീസും, അത് തമ്മിൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ആ സർജിക്കൽ കണക്ഷനെയാണ് AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. കണ്ടോ? കണ്ടില്ലേ? അത് പിക്ചറിൽ കണ്ടില്ലേ? അതിങ്ങനെ തന്നെ ചോദിക്കും. ഡാഷ് ഈസ് സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ഏതാ സർജിക്കൽ കണക്ഷൻ പറയുന്ന പേരെന്താ? AV fistula is a surgical connection between an artery and a vein. Often a fistula is created. സാധാരണയായിട്ട് ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്ന കൈകളിലാന്ന് പറയുന്നത്. കൈകളിലായിരിക്കും, ആമിലായിരിക്കും. ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജർ ഓർ ഹെൽത്തി ഇനഫ്. ഇനി ആംസിലുള്ള ആ കുഴലുകള് ആർട്ടറീസ് അത്ര ലാർജ് അല്ല, അത്ര ഹെൽത്തി അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്സ്. ഞാൻ പറഞ്ഞില്ലേ, അല്ല അങ്ങനെ കൈകളിലെ രക്തക്കുഴലുകൾക്ക് അത്ര ലെങ്ത് ഇല്ല, അല്ലെങ്കിൽ അവർ ഹെൽത്തി അല്ലെങ്കിൽ, വലുതല്ലെങ്കിൽ, ലാർജ് അല്ലെങ്കിൽ, ഹെൽത്തി അല്ലെങ്കിൽ ഒക്കെ കാലുകളിലാണെങ്കിലും ചെയ്യാൻ പറ്റും.
It is the most natural ascocyte. It is formed from blood vessels. ഏറ്റവും natural ascocyte ആണ് AV fistula. It is the most natural ascocyte as it's formed from the blood vessels. Blood ഇത് രക്തക്കുഴലിൽ blood vessels നിന്നാണ് ഫോം ചെയ്യുന്നത്. It has the rarest chance of infection and clotting. കണ്ടോ, ഇതിനെന്താ ഇൻഫെക്ഷൻ ആവാനോ ബ്ലഡ് ക്ലോട്ട് ആവാനോ ഉള്ള ചാൻസ് കുറവായിരിക്കും ഈ സർജറിയിൽ. ഇതിലൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ AV ഫിസ്റ്റുലയിൽ കൂടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതിനുള്ള ചാൻസ് കുറവാണ്. റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇൻഫെക്ഷൻ ആവാനും ക്ലോട്ടിങ് ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് ചോദിക്കാട്ടോ. ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ദാറ്റ് ഈസ് AV ഫിസ്റ്റുല. സാധാരണയായിട്ട് ഫിസ്റ്റുല ആംസിലാണ് ചെയ്യുന്നത്. ഈ ആംസിലെ ഈ ബ്ലഡ് വെസൽസ് അത്ര ഈ ലാർജ് അല്ല, വലുതല്ല, അത് ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് ലെഗിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് മോസ്റ്റ് നാച്ചുറൽ ascocyte ആണ്. ഇതിന് ഇൻഫെക്ഷൻ ആവാനും ബ്ലഡ് ക്ലോട്ട് ആവാനും ഉള്ള ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നോക്കട്ടെ, ഞാൻ ഇപ്പൊ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഷെയർ ചെയ്ത് തരാം. യൂട്യൂബിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡയാലിസിസ്, ഹീമോഡയാലിസിസ് എന്നൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയേ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഈ ഇതായിട്ടുള്ളത് കിട്ടും നിങ്ങൾക്ക്. ഈ ഗ്രാഫിക്കിന്റെ ഇതുപോലത്തുള്ള എന്താ പറയാ ചെയ്തേക്കുന്നത് യൂട്യൂബിൽ നിന്ന് കാണാൻ പറ്റും. ഡയാലിസിസ് ഇപ്പൊ നമ്മൾ പഠിച്ച ഹീമോ ഡയാലിസിസ് അല്ലേ, അത് ജസ്റ്റ് ഞാൻ നോക്കട്ടെ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ 1-2 വീഡിയോസ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ. മാമി, പിന്നെ ആർട്ടറിയും വെയിനും ജോയിന്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെ ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടോ? ആർട്ടീരിയൽസും വെയിൻസും തമ്മിലുള്ള സർജറിയിലൂടെ അത് രണ്ടും കണക്ഷൻ ചെയ്യുന്നു. അതാണ് സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ദാറ്റ് ഈസ് AV ഫിസ്റ്റുല. ആ പിക്ചറിൽ നോക്കിയേ, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ആർട്ടറീസ് വെയിൻസും തന്നിട്ടുണ്ട്. വെയിൻ നീല നിറത്തിൽ കാണുന്നത്, മറ്റേ ആർട്ടറി എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നത്. അത് രണ്ടിന്റെ കണക്ഷൻ ഇവിടെ ഒന്ന് നോക്കി നിങ്ങള്. നോക്കട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടോ. പിന്നെ ഇതായിട്ട് കാണാം. ഇതാകുമ്പോഴേ നിങ്ങൾക്ക് വീഡിയോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഒന്ന് കയറി നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ ഹീമോ ഡയാലിസിസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് നോക്കിയോ കേട്ടോ. കണ്ടോ, അതാണ് ഡയാലിസർ. ആ മെഷീൻ കണ്ടോ? ഡയാലിസർ മെഷീൻ. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ മതി. ഹീമോ ഡയാലിസിസ്, AV ഫിസ്റ്റുല, അതൊക്കെ അതിന്റെ ഗ്രാഫിക് ആനിമേഷൻ ഇതുപോലെ ഉണ്ട്. അപ്പൊ കൈകളിലാണ് നമ്മൾ പറഞ്ഞു സാധാരണയായിട്ട് AV ഫിസ്റ്റുല ഒക്കെ ചെയ്യുന്നത്. കണ്ടോ, അവിടെ ഓപ്പണിംഗ് ആകും. നോക്കാട്ടോ, ബ്ലഡ് വെസൽസ് സർജറി ചെയ്ത് അവിടെ ഇതാണ് വാസ്കുലർ ascocyte എന്ന് പറയുന്നത്. അത് 2-3 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട് വാസ്കുലർ ascocyteകൾ. ഇത് കണ്ടോ, AV ഗ്രാഫ്റ്റ് ആണ് കാണിച്ചേക്കുന്നത്. AV ഗ്രാഫ്റ്റ് ആദ്യത്തെ, രണ്ടാമത്തെ AV ഫിസ്റ്റുല. കണ്ടോ, നേരെ അതിലേക്കുള്ള ബ്ലഡ് നമ്മുടെ ഡയാലൈസറിലേക്ക്, ഡയാലിസിസ് മെഷീനിലേക്ക്
വന്ന് അവിടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യും. വേസ്റ്റുകളൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് കണ്ടോ, ആ ബ്ലഡ് തിരിച്ചു വന്നിട്ട് നമ്മുടെ ആ പേഷ്യന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത് കണ്ടോ. വേറൊരു ഇതിൽ കൂടെ എനിക്കത് ഓഡിയോ കേൾക്കാൻ പറ്റില്ല ഉണ്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഈ ഡയാലൈസറിനല്ലേ മാം ഇത് പ്യൂരിഫൈ ചെയ്യുന്നത്? ആ ഡയാലിസർ അത് നോക്കിയേ. ബാക്ക് അടിക്കട്ടെ. ഇവിടെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇപ്പേ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട് മാഡം, കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എടുത്ത ഇത്രയും ഇതൊന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. അടുത്ത ദിവസം നമുക്ക് അതിന്റെ ബാലൻസ് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് എന്താന്ന് പറഞ്ഞു, 2 ടൈപ്പ് ഓഫ് ഡയാലിസിസ് പറഞ്ഞു, അക്യൂട്ട് കിഡ്നി AKI പറഞ്ഞു, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി പറഞ്ഞു, പിന്നെ കിഡ്നി ഫെയിലിയർ പറഞ്ഞു, ESKD പറഞ്ഞു, പിന്നെ കിഡ്നി ഫങ്ഷൻസ് പറഞ്ഞത്. പിന്നെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹീമോഡയാലിസിസ് ആണ് ഇത് നമ്മൾ നോക്കിയത്. ഓക്കെ, അതിന്റെ ഹീമോഡയാലിസിസ് ചെയ്യാനുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ് സൈറ്റുകൾ നമ്മൾ പറഞ്ഞു. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് വാസ്കുലർ അസസ് കത്തീറ്റർ. അതിന് പ്രസന്റേഷൻ സ്റ്റക്ക് ആയിട്ടാ കാണുന്നത്. സ്റ്റക്ക് ആണോ? ഓക്കെ, AV ഫിസ്റ്റുലയും കൂടിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, Okay, ma'am. Thank you. ഓക്കെ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Okay, ma'am. ഓക്കെ, Thank you, ma'am.